ഇവിടെ ശ്രീ റെജി ലൂക്കോസ് കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം കൂടി നോക്കാം. റെജി, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്രത്തിനൊരു തിരിച്ചറിവ് ഉണ്ടാവാനിടയുള്ളത് ഇതാണ്: എത്രമാത്രം സാമ്പത്തികമായി ഉപരോധം സൃഷ്ടിച്ചാലും രാജ്യത്ത് സാമ്പത്തികമായി വളർന്നുകൊണ്ടിരിക്കുന്ന, അതിശക്തമായി വളരുന്ന, കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വളർച്ചാ നിരക്കിനും ഉയരെ, ആ ദേശീയ ശരാശരിക്കും ഉയരെ വളരുന്ന സംസ്ഥാനമായി, അത്ര മികച്ച നിലയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടേയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് മുമ്പിലുണ്ട്. ഏതൊക്കെ തരത്തിൽ പ്രതിബന്ധം സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും അതിനെ അതിജീവിച്ചുകൊണ്ട് ധനസ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിയുന്ന ബദൽ വഴികൾ തേടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന നല്ല ധാരണ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കൂടി വന്ന കാലമാണിത് എന്നതുകൊണ്ട് തന്നെ ഇതൊരു അനൗദ്യോഗിക കൂടിക്കാഴ്ചയായാലും അത് കേരളത്തെ സംബന്ധിച്ച് നേട്ടവും മെച്ചവുമല്ലേ? തീർച്ചയായിട്ടും ശരത്, ഇതിൽ നമുക്ക് നിരീക്ഷിക്കേണ്ട ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അനൗദ്യോഗിക കൂടിക്കാഴ്ചയാണെങ്കിലും കേന്ദ്ര ധനമന്ത്രി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി കണ്ട് സംഭാഷണം നടത്താനുണ്ട് കേരള ഹൗസിലേക്ക് എത്തിയെന്നുള്ളതാണ്. അദ്ദേഹത്തോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ച് ഏതാണ്ട് 50 മിനിറ്റോളം അവരവിടെ ചെലവഴിച്ചു. അത് തന്നെയല്ല, നമ്മൾ മറ്റൊരു കാര്യം പറയണം, കേരളത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗവർണറെ കേരളത്തിന് ലഭിച്ചു എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഗവർണർ കഴിഞ്ഞ ദിവസം പോലെ മുഖ്യമന്ത്രി ഡൽഹിയിലെത്തുകയും കേരളത്തിനോടൊപ്പം താനും ഉണ്ടാവും എല്ലാ കാര്യത്തിലും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത് BJPയിൽ വലിയ ഇൻഫ്ലുവൻസ് ഉള്ള നമ്മുടെ കേരള ഗവർണറുടെ ഈ പ്രഖ്യാപനം കഴിഞ്ഞ ഗവർണർ കേൾക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ മുന്നറിയിപ്പാണ്, ഒരു സൂചനയാണ്. അതൊക്കെ കേരളത്തിന്റെ ഗവൺമെന്റിന്റെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെയും വലിയ രീതിയിലുള്ള ഒരു നയതന്ത്ര ഇടപെടലിന്റെ ഭാഗമാണെന്ന് നിസ്തർക്കമാണ്. അതുപോലെ തന്നെ നമ്മുടെ KV തോമസ് സാറ്, അദ്ദേഹം കേരളത്തിന്റെ പ്രതിനിധിയായി ഡൽഹിയിലെത്തിയ കാലം മുതൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹം പുലർത്തുന്ന ജാഗ്രതയും അദ്ദേഹത്തിന്റെ സേവനങ്ങളും നമ്മൾ വെറുതെ കാണാൻ പറ്റത്തില്ല. അതൊക്കെ വളരെ അദ്ദേഹത്തെയാണ് കേരളത്തിൽ റെജി ലൂക്കോസ് മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ പ്രതിപക്ഷം ഏറ്റവും അധികം ആക്ഷേപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൂടി ഒരു പശ്ചാത്തലമുണ്ട്. കാരണം കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഇടം തിരിഞ്ഞ് മുഖം തിരിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിരന്തരം ഒരു ഇടപെടൽ നടത്തേണ്ടതായി വരും. വിവിധ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട്, നമ്മളുടെ റിക്വസ്റ്റുകളുമായി ബന്ധപ്പെട്ട്, അതിന് തീരുമാനം ഉണ്ടാക്കുന്ന കാര്യത്തിൽ, ഇത്തരം കൂടിക്കാഴ്ചകൾ ഉറപ്പാക്കുന്ന കാര്യത്തിലൊക്കെ. പക്ഷേ അദ്ദേഹം നേരിടുന്ന, കേരളത്തിനകത്ത് രാഷ്ട്രീയമായ എതിർപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം നേരിടുന്ന എതിർപ്പിന് കയ്യും കണക്കുമില്ലല്ലോ. അത് വളരെ ശ്രദ്ധേയമായൊരു നിരീക്ഷണമാണ്. കാരണം KV തോമസ് സാറിനെ പോലെ പരിണിതപ്രജ്ഞനായ, കേന്ദ്രത്തില് പിന്നെ എല്ലാ മേഖലകളിലും വലിയ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഉള്ള, നിരവധി പ്രാവശ്യം MP ആയിട്ടുള്ള, കേന്ദ്ര സഹമന്ത്രി സ്വതന്ത്ര ചുമതല വഹിച്ചിട്ടുള്ള KV തോമസ് സാറിനെ സംബന്ധിച്ചോളം ഈ രീതിയിലുള്ള വിമർശനങ്ങൾ വളരെ മോശമാണെന്ന് മാത്രമല്ല, കൃത്യമായ മറുപടി അദ്ദേഹത്തിന്റെ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നമുക്കൊരു കേരളത്തിനോട് മാത്രം നിഷേധാത്മക സമീപനം സ്വീകരിച്ചപ്പോൾ അതിന് ഏതെങ്കിലും രീതിയിൽ എത്ര കഠിനമായ ബാധകൾ താണ്ടിയാലും കേരളത്തിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കാനും അതുപോലെ തന്നെ അത് ഉപേക്ഷിക്കപ്പെടാതിരിക്കാനായിട്ട് ഇദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഒരു പങ്കുണ്ട്. ഇപ്പൊ അതിന്റെ പ്രഖ്യാപനങ്ങൾ വന്നില്ലെങ്കിലും ഇപ്പോഴത് ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല. അത് കേരളത്തിന്റെ സ്വപ്ന പദ്ധതി. അത് KV തോമസ് സാറിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ. നമ്മൾ അതൊക്കെ നിഷേധിച്ചു. പിന്നെ കേരള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടും CPM-നോടും സർക്കാരിനോടും ശത്രുതയുടെ പേരിലാണ് അവർ ഓരോരുത്തരും വേട്ടയാടുന്നത്. അതിൻ്റെതായ കണ്ടാൽ മതി, ജനങ്ങളൊന്നും വിശ്വസിക്കില്ല.